കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഇന്നത്തെ വിഷയം കർക്കിടക മാസത്തിൽ സ്ത്രീകൾ ദശപുഷ്പങ്ങൾ ചൂടിയാലുള്ള ഫലം. കർക്കിടക മാസത്തിൽ സ്ത്രീകൾ ദശപുഷ്പങ്ങൾ ചൂടിയാലുള്ള ഗുണം. മുമ്പൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദശപുഷ്പങ്ങൾ വീട്ടിൽ വെച്ചാലുള്ള ഗുണം. ആദ്യം എന്തൊക്കെയാണ് ദശപുഷ്പങ്ങൾ എന്നറിയാം. വിഷ്ണുക്രാന്തി, പൂവാങ്കുരുന്നില, നിലപ്പന, കയ്യുണ്ണി, മുക്കൂറ്റി, തിരുതാളി, ഉഴിഞ്ഞ, ചെറുള, മുയൽ ചെവിയൻ, കറുക. ഇതെല്ലാം ആണ് 10 ദശപുഷ്പങ്ങൾ ഇല്ലേ? അപ്പൊ കൃഷ്ണകാന്തി ചൂടിയാൽ എന്താണ് അനുഭവം? സ്ത്രീകൾ കൃഷ്ണകാന്തി ദശപുഷ്പത്തിലൊന്നായ കൃഷ്ണകാന്തി ചൂടിയാൽ വിഷ്ണു പദപ്രാപ്തി ഉണ്ടാവുന്നു. വിഷ്ണു പദത്തിൽ നമ്മൾ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പൂവാങ്കുരുന്നില, രണ്ടാമത്തെ ദശപുഷ്പത്തിലൊന്നാണ് പൂവാങ്കുരുന്നില. ദാരിദ്ര്യ ദുഃഖശമനം വരുത്തും. ദാരിദ്ര്യ ദുഃഖശമനം പൂവാങ്കുരുന്നില ചൂടിയാൽ. അതുപോലെ നിലപ്പന, സകല പാപവും നശിക്കും. ആ ചൂടുന്നവരെ സകല പാപവും നശിക്കും എന്നാണ് പറയുന്നത് നിലപ്പന ചൂടിയാൽ. പിന്നെ മറ്റൊരു ദശപുഷ്പം കയ്യുണ്ണിയാണ്. കയ്യുണ്ണി ചൂടിയാൽ പഞ്ചപാപങ്ങൾ ക്ഷമിക്കും എന്നാണ് പറയുന്നത്. പഞ്ചപാപങ്ങൾ ക്ഷമിക്കും കയ്യുണ്ണി ചൂടിയാൽ. പിന്നെ മുക്കൂറ്റി ചൂടിയാൽ ഭർത്തൃസുഖം, പുത്രസിദ്ധി എന്നിവ ലഭിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ തിരുതാളി ചൂടിയാൽ സൗന്ദര്യം, സ്ത്രീകളുടെ സൗന്ദര്യമൊക്കെ വർദ്ധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഉഴിഞ്ഞയുടെ പൂക്കൾ ചൂടിയാൽ ആഗ്രഹ സബലീകരണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആഗ്രഹ സബലീകരണം ഉണ്ടാവും. പിന്നെ ചെറുള ചൂടിയാൽ ആയുസ്സിന് ആയുർ വർധനയുണ്ടാവും. അതുപോലെ കറുക ചൂടിയാൽ ആദിയും വ്യാധിയും തീരും. മുയൽ ചെവിയൻ ചൂടിയാൽ മംഗല്യശുദ്ധി ഉണ്ടാകും. അതോടൊപ്പം ദീർഘസുമംഗലികളും ആയിരിക്കും. അപ്പൊ സ്ത്രീകൾ കർക്കിടക മാസത്തിൽ കുടുംബത്തിനും തനിക്കും വേണ്ടി ചൂടേണ്ട ദശപുഷ്പങ്ങൾ ഇവയൊക്കെയാണ്. ഈ ദശപുഷ്പങ്ങൾ സ്ത്രീകൾ കർക്കിടക മാസത്തിൽ ചൂടിയാൽ അതിൻ്റെതായ ആ ഗുണങ്ങൾ ഇവർക്ക് ലഭിക്കും എന്നാണ് നമ്മളുടെ വിശ്വാസം. അതാണ് നമ്മളോട് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.